ഹലോ, സ്വാഗതം ഗൈസ്. ഞാൻ ഫസ്റ്റ് തന്നെ ക്ലിപ്പിടാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ വീഡിയോയുടെ ക്വാളിറ്റി എല്ലാം സെറ്റാക്കി എടുത്തു. ഇനി വോയിസിൻ്റെ കാര്യം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ സെറ്റാക്കിക്കോളാം. ഇപ്പം വീഡിയോയിൽ കിടക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ എം യുവർ ലൂഫി ഗൈസ്. അങ്ങനെ ഇന്ന് നമ്മുടെ തേർഡ് വീഡിയോ അല്ലേ? തേർഡ് വീഡിയോ തന്നെ. ശരി, തേർഡല്ല, ഫോർത്ത്. ഒരു ഷോർട്ടും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങോട്ട് കേട്ട് കാണാൻ പറ്റുള്ള സാധനം ഞാൻ വെച്ച സാധനം ഓഫായി പോയിരുന്നു. കാരണം എന്നെ കുറച്ചിട്ടേക്ക് മറ്റേ എൻ്റെ ക്ലാരിറ്റി ഉള്ളു വെച്ചത് ആ സാധനം ഞാൻ ഐസ് ആഫ്റ്റർ 1 or 2 months ഞാൻ വീണ്ടും യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോറി, ഒരാഴ്ച 2 ആഴ്ചയോ. ബിക്കോസ് ഞാൻ വേറൊരു ചാനൽ ഉണ്ടാക്കിയായിരുന്നു ഗൈസ് ഈ ഇടയ്ക്ക്. എന്നാണ് അതിൻ്റെ പേര് ഞാനിപ്പോൾ റിവീൽ ചെയ്യണില്ല. കാരണം ഞാൻ 2 അല്ല, നിങ്ങൾക്ക് എന്തായാലും കാണുന്നവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. റിവീലായിട്ടും ഞാനിപ്പോൾ എന്തെങ്കിലും പറയാനില്ല. ചാനൽ ഇതിൻ്റെ അകത്ത് മെൻഷൻ അടിക്കാനില്ല. കാരണം ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. കാരണം 2 ന്യൂലി ചാനൽസാണ്. ഇത് പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കേണ്ടത്, അത് പിന്നെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനെ കുപ്പയിലെറിഞ്ഞ അവസ്ഥയാണ്. കാരണം എൻ്റെ മടിയെന്ന് പറഞ്ഞ സാധനം ഒരു ഈ മടി കാരണം ഫൈനലി ആഫ്റ്റർ എത്രയോ ദിവസങ്ങളല്ല മാസമായി തോന്നുന്നു, ഞാൻ വീണ്ടും വീഡിയോ ഉണ്ടാക്കുന്നു. ലാസ്റ്റ് ഞാൻ വീഡിയോ ഉണ്ടാക്കി ഓർക്കണമെന്ന് വെച്ചാൽ ജെ ജെ കെ ഇവൻ്റ് എനിക്കിപ്പോൾ ഏതൊക്കെ ഇവൻ്റ് വന്നു എന്ന് വെച്ചാൽ നോക്കട്ടെ കേട്ടോ. അച്ചീവ്മെൻറ്റ് ഇവൻ്റ് ആഫ്റ്റർ ജെ കെ ഇവൻ്റ്, ട്രഷർ ലോസ്റ്റ്, എക്ലിപ്സ്, പിന്നെ അത് നിൽക്കട്ടോ. ട്രഷറിലോ ഈ അണ്ടർ വാട്ടർ ജെ കഴിഞ്ഞാണോ വന്നത്? അല്ലല്ലോ, ഇത് തലതിരിഞ്ഞല്ലേ പോയെ? ശരി, തലതിരിഞ്ഞാ പോയത്. ഈ അണ്ടർ വാട്ടർ കോപ്പ ഏതൊക്കെ മലറാ വന്നേ? ഇത് ഇത്രയിലാ വന്നേ. ഇത് 2024, 4, 5. ഇത് ആദ്യം വന്നു ഈ സാധനം, ഈ മലർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ഇവൻ്റ് വന്നു? 1. അത് കഴിഞ്ഞിട്ട് വന്നതെന്ന് വെച്ചാൽ 4ാമത്തെ അണ്ടർ വാട്ടർ മിസ്റ്ററി, പിന്നെ എക്ലിപ്സ് റൈസ്, ലാസ്റ്റ് ഇപ്പോൾ ഫയർ കിക്ക് ഓഫ് ഇവൻ്റ്. മീൻസ് ഞാൻ 1-2 ദിവസമല്ല, 1-2 മാസമായിട്ട് വീഡിയോ ഇട്ടിട്ടുള്ള. എന്ത് ചെയ്യാം, കാലക്കേടല്ല, മടിയായിപ്പോയി. ഞാനിപ്പോഴാണ് നോക്കണം. ഞാൻ വെറുതെ അല്ല, എൻ്റെ അക്കൗണ്ട് എത്ര പഴക്കമുള്ള ശരിക്കും നൽകുന്നുണ്ട്. ഈ അക്കൗണ്ട് എത്രയാ? 2021 ആണെങ്കിൽ 2025, 6, 7. ഞാൻ ഏത് വണ്ടിക്കെട്ടാണ് പോണത്? കോപ്പ് തലതിരിച്ച് എണ്ണമുള്ളതിന്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങാം. ഞാനിപ്പോൾ ബുയ്യടയിലായിരുന്നില്ല ഇപ്പോൾ ഈ അക്കൗണ്ട് തുടങ്ങിയത്. ഈ അക്കൗണ്ട് ബുയ്യടയിൽ തുടങ്ങിയെന്നുള്ളൂ. പക്ഷേ കളി തുടങ്ങി അതിനേക്കാളുമേ തുടങ്ങിയായിരുന്നു. കോബ്ര ഇവൻറ്റിൻ്റെ കാലം മുമ്പ് തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു പട്ടിച്ചെറുക്കം മറ്റേ സൂയിസൈഡ് എന്തോ അപ്പൻ്റെ കയ്യിൽ നിന്ന് പൈസ ബുക്ക് കൊണ്ടുപോയി ഉണ്ടാക്കിയെന്നും പറഞ്ഞതിന് ഞാൻ നിർത്തിയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2021 വീണ്ടും തുടങ്ങി. അത് കഴിഞ്ഞ് വേറൊരു ചെറിയ കാരണം എനിക്ക് നിർത്തേണ്ടി വരും. ആ അക്കൗണ്ടാണ് ഇതെൻ്റെ ഗൈസ്. ഞാൻ പറയാൻ പറഞ്ഞു ഗൈസ്, ഫൈനലി നമുക്ക് അടിച്ച് ഗൈസ് ഫയർ കിക്ക് ഓഫ് ഇവൻറ്റിൽ. ആദ്യം തന്നെ ഞാൻ കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ June 5 എൻ്റെ ബർത്ത്ഡേ വന്നു. ഞാൻ June 5 വന്നു. ഫയർ കിക്ക് ഓഫ് ഇവൻറ്റിൻ്റെ ഫുള്ളായിട്ട് ഇത് തുടങ്ങി. അതിൻ്റെ അകത്ത് ഇത് എന്നാ ജേഴ്സി റോയൽ അല്ലേ ഈ സാധനം വന്നു. ഫുട്ബോൾ റോയൽ. ഇതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും ആദ്യം തന്നെ എനിക്ക് ഇതടിച്ച് ഫസ്റ്റത്തെ ഇതിന്, പിന്നെ ഇതടിച്ച്, പിന്നെ ഇതടിച്ചു, പിന്നെ ലാസ്റ്റ് ഒരു സ്പിൻ അർജൻറ്റീന എന്ന് വെച്ചാൽ ടോപ്പ് ബണ്ടിലടിച്ചു. പിന്നെ ഈ സാധനം ഏറ്റവും അവസാനമായിട്ട്. ഇനി എനിക്ക് ഒരു സ്പിന്നും കൂടെ അടിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 26 ഡയമണ്ട് ഉണ്ട്. 26 ഡയമണ്ട് കളയാൻ പറ്റില്ല. പിന്നെ എനിക്കിപ്പോൾ മേടിക്കണമെങ്കിൽ ഇത് മേടിക്കണമെന്നുണ്ട്, പക്ഷെ പൈസ ഇല്ലാണ്ടായിപ്പോയി. പിന്നെ എനിക്ക് ഇതിൻ്റെ അത്ര ഇൻട്രസ്റ്റും ഇല്ലാണ്ടായിപ്പോയി. ഇത് അത്യാവശ്യം നല്ല M10 സ്കിന്നൊക്കെയാണ്. ഇതും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് UMBയുടെ ഈ സ്കിന്ന് എനിക്കിത് ഇഷ്ടമൊക്കെയാണ്. പക്ഷെ എന്തോ ഒരു സുഖം തോന്നല്ല, എന്നാന്നറിയില്ല. എനിക്ക് UMB കിട്ടുവാണെങ്കിൽ മലർതായി ഈ സാധനം എടുക്കട്ടെ കേട്ടോ. ഒന്നെങ്കിൽ ഇത്, ഇല്ലെങ്കിൽ ഞാൻ ഇത്. ഞാൻ ഇപ്പോഴും അറൈവൽ ആനിമേഷൻ കാണുമ്പോൾ നമ്മുടെ മറ്റേ വീഡിയോ ഓർമ്മ വരുമോ? 2ാമത്തെ വീഡിയോ. ആ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ എൻ്റെ അന്നത്തെ ലക്കായിരുന്നു. മോസ്റ്റ് അൺലക്കിയസ്റ്റ് ഡേ. കോഴ്സ്
അന്ന് ഞാൻ എന്തോരം ഡയമണ്ട് പൊട്ടിച്ച് ഈ അറൈവിൽ എടുത്തതെന്നറിയാമോ? ഈ ക്രോസിൽ അറൈവിൽ എടുക്കാൻ വേണ്ടി ആ ഡയമണ്ട് ഉണ്ടാകും. ഞാനിപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരുന്നു തന്നെ. ഇപ്പോൾ അതേ എൻ്റെ കയ്യിൽ എന്തൊക്കെ വന്ന് നോക്ക്. അർജൻറ്റീനയുടെ ജേഴ്സി ഒന്നാമത്തെ കാര്യം. പിന്നെ അതേ ഒരു ഇവോയും അടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് യൂട്യൂബിലിട്ടുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞിട്ടല്ലേ ഈ വീഡിയോയ്ക്ക് മുമ്പ് ഇടാനാണ് പ്ലാൻ. പിന്നെ എന്നൊക്കെയാണ് ബുയ്യ പാസ് മേടിച്ച്. ഈ ബുയ്യ പാസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ബുയ്യ പാസ് ഒരു സോഡിയക് സൈനിലായിട്ടാണ് ഒരു പെർട്ടിക്കുലർ സോഡിയക് സൈൻ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തതാണ്. ആ സോഡിയക് സൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദാറ്റ്സ് മൈ സോഡിയക് സൈൻ ആൻഡ് മൈ ഗേൾ ഫ്രണ്ട്. എൻ്റെ പെണ്ണിൻ്റെ പറയണ്ടാണ് ഇപ്പോൾ കുറച്ച് വ്യൂവേഴ്സ് എന്നാലും കാണും. എന്നെപ്പോലെ ചെറിയ ചെറുക്കനെ പോലെ ആന്തിയിലാട്ടെ. അതുകൊണ്ട് ഇത് പിന്നെ എനിക്കിൻ്റെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പാൻറ്റ് ഇഷ്ടപ്പെട്ട്. ഈ പാൻറ്റ് ഇത് ഒരുമാതിരി സെറ്റ് സാധനമാണ്. പിന്നെ ഇതിൻ്റെ മുടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് വെച്ചാൽ ഏതാ? ഇത് എനിക്കെന്നെ മുടി വേണം. ഞാനത് കാരണം ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഗിൽഡൊക്കെ മാറി ബ്ലേസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഗിൽഡിലേക്ക് കയറിയിട്ടുണ്ട് പുതുതായിട്ട്. ഈ ഗിൽഡിൻ്റെ ഇതെന്ന് വെച്ചാൽ കൈസ് കണ്ട മാക്സ്. ഇത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ട് കയറിയതാണ്. ഞാൻ അവൻ്റെ പേരെന്ത് ചെയ്യുന്നത് പറഞ്ഞ പോലെ ഞാൻ ഇന്നത്തെ എൻ്റെ ഗ്ലോറി നോക്കട്ടെ. 2233 ഗ്ലോറി. മോനെ കുത്തിയിരുന്ന് കളിക്കണേണ്ട ഇത് എനിക്കിപ്പോഴാണ് മനസ്സിലാണത്. ഇത്ര ഞാൻ കളിക്കാറൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാണത്. അപ്പോൾ ഗൈസ് വീഡിയോ നമ്മളങ്ങനെ ഓപ്പണാക്കാൻ പോണ്. ഓപ്പൺ ആക്കിയിട്ട് എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് ഈ സാധനം 7 ദിവസം പോയി കഴിയുമ്പോൾ നേരത്തെ മേടിക്കണമായിരുന്നു. ഈ സാധനമാണ് ഞാൻ ഇത്തിരിയെങ്കിലും ഗെയിമിൽ എന്തെങ്കിലും കസ്റ്റമർ എന്തെങ്കിലും ജയിച്ച് എടുത്തിട്ട് ആൾക്കാരെ കളിയാക്കണം. അതും പോയെന്ന് പറഞ്ഞാൽ ഗൈസ് കാണിക്കാൻ പോകുന്നത് ഈ സാധനവും നമുക്ക് അടിച്ച് ഏത് ഇവൻ്റിലാണ് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കാനുള്ള ഏതോ ഒരു ഇവൻറ്റിൽ നമ്മുടെ മറ്റേ ക്രേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടുകാരൻ പറഞ്ഞു, എടാ എന്നാൽ നീ ക്രേറ്റ് എടുക്കുക, ആ ക്രേറ്റ് എടുത്ത് നോക്കുന്നത്. ഞാൻ പക്ഷേ ഒന്നും ആലോചിച്ചില്ല. എടാ എൻ്റെ 40 ടോക്കൺ ഉണ്ട്, ഞാൻ ക്രേറ്റ് എടുക്കാമെന്ന് ചോദിച്ച് ചെന്ന് 10 ക്രേറ്റ് എടുത്തു. ഗെസ് വാട്ട്, സാധനം പെർമനൻ്റ് അടിച്ചു. ഞാനൊന്ന് തുള്ളിയതിൻ്റെ തുള്ളൽ ആ തുള്ളൽ ഞാൻ പോയി. എനിക്ക് പണി കിട്ടേണ്ടതായിരുന്നു. എനിക്ക് ആ സാധനം ഒന്ന് എടുത്തിട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഇത് കിട്ടിയപ്പോഴും അത്രയും തന്നെ തുള്ളലായിരുന്നു. ഇത് തന്നെ കയ്യിലെടുത്ത് വെക്കട്ടെ. പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ പുതിയതായിട്ട് നിങ്ങൾക്ക് കാണിക്കേണ്ടി. ഇതിനിപ്പോൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് കൊടുക്കണേ. കുറേ നേരെ നമ്മൾ ഈ ലോബി തന്നെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നതെന്ന് വെച്ചാൽ ഗെയിം പ്ലേ വീഡിയോ എടുക്കാനായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ CS കളിക്കാൻ മൂടില്ല, BR കളിക്കാൻ മൂടില്ല. BR കളിച്ചാലോ എന്നൊക്കെ ഉണ്ട്. എന്നാൽ BR കളിക്കാം. ഞാൻ എന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളങ്ങനെ പ്ലെയിനിലെത്തിയിരിക്കുന്നു. എനിക്കൊന്ന് ഇന്നാലൊരു ബർത്ത്ഡേ ആയിരുന്നു തോന്നുന്നു. ഈ ടൈമിലല്ല, ഇന്നലെ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു തോന്നുന്നു. ഇന്നിപ്പോൾ ഇത് 12 മണിയായി. ഞാനിപ്പോൾ ടൈം എടുത്ത് കാണിച്ചായിരുന്നില്ല. കാരണം ഞാൻ മറ്റേ ലോബി ചെന്നപ്പോൾ മറ്റേ കേക്കിൻ്റെ സാധനം ഇട്ട് വെച്ചാണ്. അത് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടല്ലോ പറഞ്ഞാൽ. ഞാൻ ക്യാമറ ലോബിൽ വെച്ച് ഓണാക്കാമെന്ന് ചോദിച്ചാണ്. പിന്നെ വേണ്ടാന്ന് ചോദിച്ചു. ഇന്നത്തെ ഒന്ന് ഓണാക്കാന്ന്. അപ്പം ഞാൻ ഫോൺ കുത്തിട്ട് ചാർജ് ചെയ്തിട്ടാണ്. ഫോണിലാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ എത്ര ശതമാനത്തിലാണെന്ന് അറിയാം? 53%. 53 ആകുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ അമ്മയ്ക്ക് വിളിച്ചു തുടങ്ങും. ഓക്കെ ആ UMB കിട്ടി നമുക്ക് തകർത്ത് വയ്ക്കാം. ഇനി എത്രയാണ് നമുക്കെന്തോ 7000 അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി 100ാമത്തേൽ കയറാം. ഇതെന്തോ ഇത് പൈസത്തിൽ പറയും. നിൽക്കട്ടെ, ഞാൻ സ്റ്റഡി എടുക്കട്ടെ. കിടക്കുമ്പോഴാണ് ഇത്രയും പ്രശ്നം. ഒന്ന് കംഫർട്ടായിരുന്നു കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. ഇതെൻ്റെ ഓസ്കാറിൻ്റെ ഇത് മറ്റേ ഞാനൊന്ന് ശരിയാക്കട്ടെ കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ മറ്റേ BRൻ്റേത്, മറ്റേത് CSൻ്റേതും. പക്ഷെ ഇതിൻ്റെ എന്തിലാകട്ടെ ഇങ്ങോട്ട് വരണ്ടാകും. ഓപ്പ് അത് ലൂട്ട് പോലും സെറ്റായിട്ടില്ല. 2 ലോങ് റേഞ്ചും വെച്ച് നേരാണോ ചെന്ന് കയറി കൊടുത്താൽ നമ്മുടെ വായി തരും. ഗൈസ് UMB
പറഞ്ഞപ്പോഴത്തേക്ക് നെറ്റ് വന്നിട്ടുണ്ടേ. നെറ്റ് ഒന്ന് ശരിയാക്കട്ടെ ഗൈസ്. ഞാൻ ഫൈനലി നെറ്റ് അങ്ങനെ ശരിയായിട്ടുണ്ട്. ഫുട്ബോളാ ഇതെന്ത് ലാഗാണോ ടെലിപ്പോർട്ടാണോ എന്നാ പറ്റാത്തത്? നമുക്കെന്തായാലും പ്ലെയറിനെ കണ്ടുപിടിച്ച് കൊല്ലാൻ നോക്കാം. ഗൈസ് ഇനി M80 എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ? പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ UMPക്ക് ഇനി എത്രയാ? ഓക്കെ, UMPക്ക് ഇനി 7000 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടുക്കിയിൽ 100 കയറാം. അതാണ് നമ്മൾ ഒറ്റയ്ക്കൊരു ഗോൾ, ഇടുക്കിയിൽ എങ്ങനെയും കയറണമെന്ന്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ കൂട്ടുകാരന്മാരെല്ലാവരും മറ്റേ ഇതാക്കിക്കൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് M4 ഒരു ഫ്രീ സ്കിൻ കിട്ടിയായിരുന്നു. മറ്റേ നമ്മൾ ഗെയിം പുതിയതായിട്ട് ഐഡിയ തുടങ്ങുമ്പോൾ നമുക്ക് മറ്റേ ടോക്കൺ കിട്ടിയാൽ അതിൽ നിന്ന് സ്പിൻ ചെയ്യുമ്പോൾ M4 കിട്ടില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ നിനക്ക് ഇത്രയും നല്ലൊരു M4 ഇല്ലേ, എന്നാൽ പിന്നെ നിനക്ക് ഇടുക്കി കയറാൻ നോക്കൂടെയെന്ന്. ഞാനപ്പോൾ അതുമ്പോഴത്തേക്ക് കളിച്ചു. അപ്പോൾ M4 കയറണം എന്നാണോ ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ഇതെടുത്ത് എന്നായിരുന്നു നമ്മുടെ ഈ തോക്കിൻ്റെ മറ്റേ സാധനം ഒന്ന് എടുത്ത് നോക്കില്ലേ, മാസ്റ്ററി, എക്സ്പേർട്ട്, അഡ്വാൻസ് അങ്ങനെയായിട്ട് കാണിക്കണേ. അതിൻ്റെ തന്നെ M5 എന്തോ എക്സ്പേർട്ടാണ്, മാസ്റ്റർ എന്തോ ടോപ്പാണ്. അതെനിക്ക് ഞാൻ ഫുള്ളാകാറായി. ഞാനിപ്പോൾ UMP എടുത്തു നോക്കി. UMP ആണ് എൻ്റെ സെക്കൻഡ് മോസ്റ്റ് ലെവൽ കൂടുതലുള്ള ഇത് തോക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന UMP ആണ്. ഇപ്പോൾ M80 വന്നാണെങ്കിൽ ഞാൻ M80 കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നാ പറയുകയെന്ന് ഞാൻ പറയണത്. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് 7000 കുറച്ച് മേളിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇടുക്കിയുടെ 100ാമത്തെ കയറും. പക്ഷേ അതിന് വേണ്ടി ഇതും കുറേ കഷ്ടപ്പെടേണ്ടി വരും. അത് നോക്കാമല്ലോ, ഗോൾഡൻ മെഡലും ഗോൾഡൻ മെഡൽ എത്തിക്കാൻ വേണ്ടി നോക്കാം. മീൻസ് ഇപ്പോൾ നമ്മുടെ ഈ മേളിൽ വാർഡിങ്ങും നമ്മുടെ അലൈവ് ഡെത്ത് അതിൻ്റെ ഉള്ളതിൻ്റെ ഇപ്പോഴത്തെ നിങ്ങൾ മറ്റേ ഒരു 3 കണ്ടോ, 3.0 അതെങ്ങനെ ഒരു ഗോൾഡോ ഇതാക്കണം. എനിക്കിപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടും. കിട്ടാണ്ടിരുന്നാൽ മതി. നമുക്ക് പോപ്പ് വലിയ സോങ് എന്തെങ്കിലും ഇടും. TV അപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. TV കേടാക്കി എടുക്കും. അപ്പോൾ അതിനകത്ത് യൂട്യൂബിൽ കണ്ടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീട്ടിൽ കുറച്ച് ഉള്ളതുകൊണ്ട് അതിനകത്ത് പാട്ടിടാൻ ചാൻസ് ആണ്. ആ പാട്ട് കാണാൻ വല്ല കോപ്പിറൈറ്റ് കിട്ടി ഞാൻ കരഞ്ഞ് തൊലഞ്ഞിരിക്കും. ഈ കോപ്പിറൈറ്റിനെ പറ്റി അത്രയൊന്നും അറിയില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ ആയാലും കോപ്പിറൈറ്റിനെ പറ്റി ഒരു പറയും എനിക്കറിയില്ല. യൂട്യൂബിനെ പറ്റി പകുതി കാര്യങ്ങളും എനിക്കറിയില്ല. നീ എപ്പോൾ ഓർത്തെ മടി കാരണം ഞാൻ കളിക്കാറ് പോലില്ല. അല്ല അത് കളിക്കാറില്ല. ഇത് വേഗം എൻ്റെ അമ്മ ജസ്റ്റ് മിസ്. അവിടെ ചാടിയാലും ചാകും, നിന്നാലും ചാവുമായിരുന്നു. ഞാൻ ചാവുമെന്ന് സത്യം പറഞ്ഞ് വിചാരിച്ചത്. ഇതുമായിട്ട് 0 കില്ലാണ്. അത് വേറൊരു കാര്യം. എനിക്കൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യണോണ്ട് പൂജ്യം കിട്ടി തന്നെ നമ്മൾ തീരും. ആരോ വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് അടിയൊന്നും കൊള്ളാത്ത നിങ്ങൾക്ക് ഈ പെണ്ണ് വല്ല പാനാ വെച്ചതെന്ന് തോന്നുന്നു. അടി പൊട്ടിട്ട് ഒന്നും കയറിയില്ല. അമ്മ സത്യം കയറി നോക്കട്ടെ. പാനല്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ഇതൊന്ന് ഇതായിട്ട് എന്നാ എടുത്തിട്ട് താഴത്തേക്കൂടെ പോകാം. മേളിൽ കൂടെ പോയാൽ ഇച്ചിരി പൊരുത്തം ഇങ്ങോട്ട് വന്ന് കയറിയില്ലാന്നോ. അവൻ നമ്മുടെ തലയ്ക്ക് പോകുക. അല്ലെങ്കിൽ ഇപ്പോഴും തലയ്ക്കാനും ചാൻസ് ഉണ്ട്. അവനൊന്ന് കയറി വന്നാൽ നമ്മൾ ചെയ്യും. എത്ര ഇത് തന്നെ ഇത് സോണിൻ്റെ ലാസ്റ്റ് സോണാറിയേ. എന്നിട്ട് 33 പേരാ ലൈവ്. ഓക്കെ, എന്ത് കാര്യത്തിനാണെന്നറിയില്ല. നല്ലപോലെ നെറ്റിൻ്റെ പ്രശ്നം കുറഞ്ഞു. ഇപ്പോൾ ഇത് എത്ര 50. ഞാൻ പറഞ്ഞ പോലെ കളിക്കുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു തന്നു. എൻ്റെ പ്ലാൻ ശരിക്കും ആദ്യമേ പീക്കിലിറങ്ങിയിട്ട് റീവൈഡ് പോയിൻ്റിൽ കൂടെ എക്സ്ട്രാ ഹാർട്ട് ചാർജ് ചെയ്തിട്ട് താഴത്തേക്കൂടെ പോയിട്ടില്ല. ഈ ചിഹ്നം കാണാൻ പേടിച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവിടെ എക്സ്ട്രാ ചാർജ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഫുൾ അടിച്ച് തീർക്കാമെന്നാണ്. ഇതിപ്പോൾ ഇങ്ങനെ വന്ന് വിചാരിച്ചില്ലല്ലോ. നിൽക്കുക, എനിക്ക് വന്ന് മുമ്പിൽ എനിമി ഉണ്ടെന്ന് UMP അടിക്കണം, ഷോട്ടിലടിക്കാൻ വേണ്ടി.
ഓ ശരി, നമ്മൾ ബൈക്കിൽ പോയി ഗൈസ്. നമ്മൾക്ക് അവിടെ നിന്ന് അടി കിട്ടിയായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. മറ്റേ ഹാൻഡ് സ്പ്രിൻ്റ് മറ്റേ ചെയ്തിട്ട് പോയി. ആ നമുക്ക് അടിക്കാൻ നല്ല ചാൻസായിരുന്നു കേട്ടോ. പക്ഷെ അടിച്ചാൽ കയറിയില്ലെങ്കിൽ അവനവിടെ ഗ്ലൂ വാളിട്ടിട്ട് അവിടെ ഫൈറ്റ്. എൻ്റെ അമ്മേ, വെയിറ്റിനെ പറ്റി പറഞ്ഞോളൂ. അപ്പോഴത്തേക്കും ഫൈറ്റ് തുടങ്ങി. നമുക്കിവിടെ ഇരിക്കാൻ, മേളിൽ കയറി പോകണ്ട. ഉള്ള വള്ളി എന്തിനാ നമ്മൾ പിടിച്ചു കൂട്ടണേ? ഏതാണ് പരപ്പിൽ വെച്ച് പഠിച്ചത്? ദേവനല്ല, ഇത് ഏതോനാണ്. എനിക്ക് കറങ്ങാം. ബോട്ടൊക്കെ എൻ്റെ കളിയിൽ ഞാൻ ഏത് ബോട്ട് ലോബിൽ കയറിയേ? വേറെ കാര്യം എടുക്കണം. ഞാനേ എലൈറ്റ് മാസ്റ്റർ എൻ്റെ ലോബിൽ എങ്ങനെ എലൈറ്റ് മാസ്റ്ററും കൂടെ അല്ലേ ഹീറോയ്ക്ക് എൻ്റെ ലോബിൽ എങ്ങനെ ഇതൊക്കെ വന്നെ? അപ്പോൾ അന്ന് നോക്കണി ബോട്ടില്ലായിരുന്നോ? ബോട്ടെങ്കിൽ ബോട്ട് ഇല്ല കിട്ടിയില്ല. ബോട്ടല്ലാന്ന് തോന്നുന്നു, ന്യൂബിയാന്ന് തോന്നുന്നു ഗൈസ്. 5 മിനിറ്റത്തേക്ക് അമ്മീ സോൺ, 5 മിനിറ്റത്തേക്ക് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. നിൽക്ക് ഇത് അവിടെ നിന്ന് എനിമി ഉണ്ടെന്നാണ്. ഞാൻ വരാത്ത എന്തിനെടുത്തു? അവിടെ കറക്റ്റ് കൈ കിട്ടിയത് യുഎംപിക്ക് വരാം. അതും അതിൻ്റെ ഇടയ്ക്കാൻ ഓറിയാണ്. ഈ ഓറികൾ ഉണ്ടാക്കണ സന്തത പറയും. അയ്യോ, ഞാൻ മറന്നു തന്നെ. ഞാൻ ഇച്ചിരി മറ്റേ എയർപ്ലെയിൻ മോഡ് ടോപ്പിക്കായിരുന്നു. പന്ത്രണ്ട് വിളിച്ച് ആർക്ക് വേണം? ഞാൻ പറഞ്ഞ കാര്യം കാണിച്ചു തരാം ഗൈസ്. കാണിച്ചു തരുന്നത് ഞാൻ പറഞ്ഞു തന്നു, എന്നാലും നിങ്ങൾ കാണിച്ചു തരും. വെപ്പൺ എടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് നമുക്ക് 1000 എത്രയായി കണ്ടോ? 7076 കിട്ടിയാൽ നമുക്ക് ഇടുക്കി UMP ടൈറ്റിൽ കിട്ടും. ഇടുക്കി UMP ടൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല ഞാൻ കൂട്ടുകാരന്മാരുടെ മുമ്പിൽ ഇച്ചിരിങ്കിലും ഇതാവും. എൻ്റെ വിഷ് ലിസ്റ്റ് കണ്ടോ ഗൈസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ തോന്നി എൻ്റെ വിഷ് ലിസ്റ്റിൽ നിന്ന് എടുത്തോളാം. അല്ല എൻ്റെ അത് ഗിഫ്റ്റ് ചെയ്യാൻ പാകത്തിന് എന്നാ ഉള്ളത്? ഒന്നും ഇതുണ്ട്. ഇത് പിന്നെ എങ്ങനെ കിട്ടാന്നറിയില്ല. ഇതെനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം വരുമ്പോൾ ഈ 2 ഹെയർ വരും നോക്കി വന്നേ. എന്ന് വെച്ചാൽ ഇതിൻ്റെ പർപ്പിൾ ഷെയ്ഡിൻ്റെ ഹെഡിൻ്റെ പിങ്കും ഇതും ബ്ലാക്ക് വരുവാണെങ്കിൽ ഞാൻ മേടിച്ചിരിക്കും. ടെക്നറോക്കും ഞാൻ മേടിക്കും വരുവാണെങ്കിൽ. ഈ ആഴ്ചയിൽ റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. ടെക്നറോക്ക് എന്നല്ല എന്ന പേര്. അത് ഞാൻ വീഡിയോ വിളിച്ച് നിർത്തണേ നല്ലത്. 52 ഫോണിൽ ചാർജ് നോക്കുക 48 പിന്നെ വീട്ടിലെല്ലാം കാണുന്നത്. വീഡിയോ റെക്കോർഡ് കണ്ടുവന്നാൽ ഇങ്ങോട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വേണ്ടി വീഡിയോ റെക്കോർഡിങ് നിർത്തിയിരിക്കുന്നത്. ശരി, എന്നാൽ ഞങ്ങൾക്ക് ഒരാളെ ഇനി ഒരു വീഡിയോ കൂടെ ഉണ്ടാക്കാം. പിന്നെ ബൈ.